So ladies and gentlemen, ഈ സമയം ഉടുമ്പൻചോല വിഷൻ എന്ന സിനിമയിലെ ആദ്യത്തെ പാട്ടിന്റെ ലോഞ്ചിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ ലോഞ്ചിന്റെ ഭാഗമാവുന്നതിനായി കുറച്ചും കൂടെ ഡിഗ്നിറ്ററീസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഏറെ ബഹുമാനത്തോടെ ഡയറക്ടർ സലാം ബുഖാരി സാറിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓൾസോ പ്രൊഡ്യൂസർ അസർ അമി, രണ്ട് പ്രൊഡ്യൂസേഴ്സും സ്റ്റേജിൽ വേണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. Also inviting on stage the lyricist Vinayak Shishkumar. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മ്യൂസിക് സരിഗമയെ ഏൽപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അൻവർ റഷീദിനെയും അമൽ നീരദിനെയും Also inviting on stage the DOP Vishnu Kandasheriനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമയം ഉടുമ്പൻചോല വിഷൻ എന്ന സിനിമയിലെ ആദ്യത്തെ സോങ് ആണ് അൺവീൽ ചെയ്യാൻ പോകുന്നത്. So now I would like to request the song cover to be brought on stage. ഗോപി സുന്ദർ സംഗീത സംവിധാനം നിർവഹിച്ച ഉടുമ്പൻചോല വിഷൻ എന്ന സിനിമയിലെ ആദ്യത്തെ പാട്ടാണ് ഈ സമയം ഇവിടെ അൺവീൽ ചെയ്യുന്നത്. So with all your permission, നല്ലൊരു കൈയ്യടി നൽകി നമുക്കിത് പാസ്സാക്കാം. You may present before you the cover of the first song from the movie Udumbanchola Vision. This is an evening where we celebrate the music of the movie. The spotlight is definitely on the music and the music director. അപ്പം എന്താണ് ഈ സിനിമയിലെ പാട്ടുകളെ കുറിച്ച് ഞങ്ങളോട് പറയാനായിട്ടുള്ളത്? നല്ല പാട്ടുകളാണ്, എല്ലാവരും കേൾക്കണം, അത്ര വേറൊന്നും പറയണ്ട. എനിക്ക് സന്തോഷമുള്ളത് ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞാണ്. സലാം ബുഖാരി, ഒരുപാട് സന്തോഷം. ഇതിൻ്റെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ്. അങ്ങനെ ഞങ്ങളെപ്പോലെ എല്ലാ കലാകാരന്മാരും ഒരുപാട് വർഷം കാത്തിരുന്നിട്ടാണ് ആദ്യത്തെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അന്നത്തെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും എന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, ഞാനും അമലും അൻവറും എല്ലാവരും. സോ അതുപോലൊരു സന്തോഷം എന്നും ജീവിതത്തിൽ നിലകൊള്ളട്ടെ. സലാം ബുഖാരി, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു അടിപൊളി പടം റിലീസ് ചെയ്യാം. സോ ലെറ്റ്സ് വർക്ക് ടുഗദർ മോർ. ഗോഡ് ബ്ലെസ് ഓൾ. താങ്ക് യു. സോങ്ങിന്റെ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. And to be a part of this launch, once again I would like to invite on stage the music director Gopi Sundar. Gopi sir, please do come on stage. അദ്ദേഹത്തിന്റെ ഒപ്പം ഈ ഒരു ലോഞ്ചിന്റെ ഭാഗമാവുന്നതിനായി ഏറെ ബഹുമാനത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിദ്ദിഖ് സർ പ്ലീസ്. യെസ്, രണ്ടുപേരും ചേർന്ന് അടുത്ത സോങ്ങിന്റെ ലോഞ്ച് നിർവഹിക്കുന്നതാണ്. അതിനു മുന്നേ ഐ വുഡ് ലൈക്ക് ടു ഹാൻഡ് ഓവർ ദ മൈക്ക് ടു സിദ്ദിഖ്. സിദ്ദിഖ്, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ്? സലാം സാറിന്റെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഉണ്ട് നമസ്കാരം. സലാമിനെ എനിക്ക് ഒരുപാട് വർഷം മുമ്പേ അറിയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ സലാമിനെ എന്ത് പരിചയപ്പെട്ടു എന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ചോട്ടാ മുമ്പേ നടക്കുമ്പോഴും സലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഉസ്താദ് ഹോട്ടൽ നടക്കുമ്പോഴെല്ലാം അൻവറിൻ്റെ കൂടെ എന്നും സലാമിനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അതിനുശേഷം എപ്പോഴും എന്നെ കാണാൻ വരികയും എന്നോട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അപ്പോൾ കുറേ കാലമായി ഇസ്ലാമിങ്ങനെ ഓരോരോ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു. ചിലപ്പോൾ അത് നീണ്ടുപോകുന്നു. ആദ്യം ദുൽഖറിനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു, അത് ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല. അപ്പം ഇങ്ങനെ എപ്പോഴാണ് സലാം ആദ്യം ഒരു സിനിമ ചെയ്യുന്നതെന്ന് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഉടുമ്പൻചോല വിഷൻ എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റ് ഒരിക്കൽ വന്ന് പറയുന്നതും ഒക്കെ. അപ്പോൾ അത് പറഞ്ഞ് കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു അതൊരു വളരെ ചെറിയ സിനിമയാണ്, ഒരു ഇടുക്കി ഭാഗത്ത് നടക്കുന്ന ഒരു ചെറിയ കഥ, ആ രീതിയിലാണ് അത് എടുക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ ഓരോ ദിവസവും അതിൻ്റെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോഴാണ് ഇതൊരു വലിയൊരു സിനിമയായിട്ട്. ഇപ്പം ഞാനതിനകത്ത് മൂസ ഹാജി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വീടായിട്ട് കാണിക്കുന്നൊക്കെ ഒരു പാലസ് പോലത്തെ ഒരു വീടാണ്. അങ്ങനെ എന്ത് കാര്യവും വളരെ ഒരു സ്പെക്ടാക്കുലർ ലൈനിലാണ് സലാം അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ ജോഡി നമ്പർ 1 എന്ന് പറയുന്ന ആ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലേ മെറിഡിയൻ ഹോട്ടലിൽ വന്നു. അവിടെ അതിൻ്റെ ഒരു സെറ്റൊക്കെ കണ്ടാൽ ശരിക്കും ഞാൻ അന്തപ്പെട്ട് പോരും. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്ന പാട്ട് ഷൂട്ട് ചെയ്ത സോങ് ഇവിടെ കാണിക്കുമെന്നാണ്. അപ്പോൾ പക്ഷേ ലിറിക്കൽ വീഡിയോ മാത്രമേ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ. ആ സോങ് അതിഗംഭീരമായി വന്നിട്ടുള്ളൊരു സോങ്ങാണ്. അതുപോലെ തന്നെ ഈ സിനിമയും
സലാം ഒരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് സലാം. നമുക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തോന്നില്ല, കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ്. എന്ത് കാര്യവും അത് സലാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എടുത്ത്. ഇപ്പം എന്നോടൊക്കെ സലാമിന് എന്തെങ്കിലും വന്ന് പറയാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ എടുക്കണമൊക്കെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എന്തും നമ്മളെ കൊണ്ടത് പറഞ്ഞ് ചെയ്യിച്ചിരിക്കും. സലാമിന് വേണ്ടത് സലാം എടുത്ത് ആ രീതിയിൽ തന്നെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളതും. അതൊരു വൻ വിജയമായി തീരട്ടെ. സലാമിൻ്റെ ആദ്യ സംരംഭം ഒരു വിജയമാകട്ടെ എന്ന് എനിക്ക് സലാമിനോടുള്ള വ്യക്തിപരമായ അടുപ്പം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സിനിമ ജനങ്ങൾ സ്വീകരിച്ചൊരു വൻ സിനിമയായിട്ട് വരട്ടെ, ഇതൊരു വൻ വിജയമാകട്ടെ എന്നുള്ള എൻ്റെ പ്രാർത്ഥനയോടെ. താങ്ക് യു സോ മച്ച്. ഇനി സോങ് കവർ ഏറ്റുവാങ്ങുന്നതിനായി സരിഗമ ഒഫീഷ്യൽസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻവൈറ്റിംഗ് മിസ്റ്റർ ബിനു ആൻഡ് സുരേഷ് ഓൺ സ്റ്റേജ് to receive the song cover from Siddhika and Gopi Sundar. ഗോപി സുന്ദർ സർ വീണ്ടും സ്റ്റേജിൽ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഞാനിങ്ങനെ അറിഞ്ഞു ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നതും ഗോപി സുന്ദർ സർ ആണ്. സോ അതെ പോണ്ടെന്നാണ് സിദ്ദിഖ പറയുന്നത്. സോ നമ്മുടെ പാട്ട് പ്ലേ ചെയ്യും. അതിനു മുന്നേ ഗോപി സുന്ദർ സർ തന്നെ 4 വരി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടുമോ പ്ലീസ്? എക്സ്ക്ലൂസീവ്. അത് കേട്ടാ മതി, ഇവിടെ നിന്ന് പാടിയത് കൊളവാക്കണമെന്നില്ല. എന്നുവെച്ചാൽ പ്രത്യേകത ഇപ്പൊ ഒന്നൊരു പാട്ടാണ്. അതിപ്പോ എന്താ പറയാ, അതിപ്പോ കേൾക്കാൻ പോലെ ഒരു 5 സെക്കൻഡ് കൊണ്ട് പ്ലേ ചെയ്യും. ഓക്കെ പ്ലീസ്. ഞാൻ വേറെ വല്ല പാട്ട് പാടാം. പാട്ട് പാടുന്നല്ലേ ഉള്ളൂ. ജോണി മോനെ ജോണി, യു ആർ മൈ കണ്ണിമണി. ജോണി മോനെ ജോണി, why you want plenty money? Thank you. Thank you so much. ഇനി അടുത്ത പാട്ടിന്റെ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. ടു ഡു ദി ഓണേഴ്സ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് സമൺ വെരി വെരി സ്പെഷ്യൽ ഓൺ സ്റ്റേജ്. നിരവധി സിനിമകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ എല്ലാം പ്രിയ താരമായി മാറിയ ജോജു ജോർജിനെ ഈ സമയം വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ജോജു ചേട്ടൻ, ലുക്കിംഗ് അബ്സല്യൂട്ട്ലി സ്റ്റൈലിഷ് ടുഡേ. ജോജു ചേട്ടനെ ഒപ്പം ഈ ഒരു ലോഞ്ചിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ സോഹൻ സീനുലാൽ. അദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയറക്ടറും നടനുമാണ്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു for the launch of the next song. And to join these two dignitaries, I would like to invite on stage the very very talented actor Sudev Nair. So official launchലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഈ മൈക്ക് ജോജു ചേട്ടന് നൽകുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സലാം സാറിന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അപ്പൊ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? വളരെ വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. സലാം ആയിട്ടുള്ള ബന്ധം ഒരുപാട് വർഷങ്ങളുള്ളതാണ്. കാരണം ഞങ്ങളൊക്കെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ തുടങ്ങിയിട്ടുള്ളൊരു അടുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുന്നതും അതിൻ്റെ വിജയവും വളരെ സ്നേഹത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിലും സലാമിൻ്റെ ഈ ഫംഗ്ഷനിൽ വരാൻ പറ്റിയതിലും. ഓൾ ദ വെരി ബെസ്റ്റ് ടു പ്രൊഡ്യൂസേഴ്സ്, എല്ലാവർക്കും, മാത്യു, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, സിദ്ദിഖ നമസ്കാരം, എല്ലാവർക്കും നല്ല ആശംസകൾ. താങ്ക് യു. സോഹൻ സാറിന് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോഹൻ സാറും ഇതേപോലെ സലാം സാറിന്റെ അടുത്തൊരു ഫ്രണ്ടാണ്. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ജോജു പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സിനിമയിൽ സലാം. അതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, ഇതിൻ്റെ നിർമ്മാതാവും നടന്മാരും ബാസിയും ഒക്കെ സുഹൃത്തുക്കളാണ്. ഈ സിനിമ ഏറ്റവും നല്ല ഒരു വിജയമാവട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. താങ്ക് യു. Moving on to Sudev Nair, സിനിമയിലെ ഒരു കീ ആക്ടർ ആണ്. അപ്പൊ എന്താണ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചും ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ പറയാനായിട്ടുള്ളത്? ക്യാരക്ടറിനെ കുറിച്ച് പറയാനായിട്ടില്ല. പക്ഷെ ഞാൻ സിനിമയിലുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഇപ്പൊ സിദ്ദിഖ പറഞ്ഞ പോലെ കഥ കേട്ടപ്പോഴും സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും തോന്നിയത് ചെറിയ പടമായിരിക്കും എന്നൊക്കെ. പക്ഷെ ഡയറക്ടറുടെ കഴിവുകൊണ്ടും പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ വളരെയധികം ഹാർഡ് വർക്ക് കൊണ്ടും സിനിമയുടെ സ്കെയില് വളരെയധികം അപ്പായിട്ടുണ്ട്.
അതിന് ഇവരെ അഭിനന്ദിച്ചേ പറ്റൂ. അപ്പോൾ ഫോർ ദാറ്റ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഒരു ഭാഗമായതിൽ. ആൻഡ് ഐ വിഷ് എവറിബഡി ഓൾ ദ ബെസ്റ്റ്. ഐ ഗോട്ട് ടു വർക്ക് വിത്ത് ഓൾ ദിസ് വണ്ടർഫുൾ കാസ്റ്റ്. ജിനു, മാത്യു, ബാസിയുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടി. സിദ്ദിഖയുടെ കൂടെ എനിക്ക് ഈ പടത്തിൽ വർക്ക് ചെയ്യാൻ കിട്ടിയോ കിട്ടിയില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും ഈ പടം അത്ര തന്നെ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ഈ സോങ്ങിന്റെ ഒഫീഷ്യൽ ലോഞ്ചിലേക്ക് കിടക്കാം. റിക്വസ്റ്റിംഗ് ഓൾ ദ ഡിഗ്നിറ്ററീസ് ഓൺ സ്റ്റേജ് എല്ലാവരും ചേർന്ന് അടുത്ത സോങ്ങിന്റെ കവർ അൺവീൽ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഇനി ഞാൻ ശ്രീനാഥ് ബാസിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം അടുത്ത സോങ്ങിന്റെ ലോഞ്ചിലേക്കാണ് ഈ സമയം കിടക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ടു ഡു ദിസ് ലോഞ്ച്. കാരണം ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ശ്രീനാഥ് ബാസിയാണ്. പാടുക മാത്രമല്ല, ഇൻഫാക്ട് ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നതും ശ്രീനാഥ് ബാസി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും വേറൊരാളുടെ മ്യൂസിക് ശ്രീനാഥ് ബാസി വരികൾ എഴുതി പാടുന്നത്. ഇതുവരെയുള്ളതെല്ലാം ഓൺ കമ്പോസിഷൻസ് ആയിരുന്നു. സോ ബിഫോർ വി ലോഞ്ച്, യെസ് സംതിങ് ഫ്രം ദ ടീം. ഓക്കെ, so I was just about to ask you പാടാൻ പറ്റുമോ എന്ന്. then I got the information ഇതൊരു സർപ്രൈസ് സോങ് ആണ്. സോ ഇപ്പം നമ്മൾ പാടുന്നതല്ല, but I want you here സ്റ്റേജിൽ തന്നെ നിൽക്കണം. we'll definitely be doing the official launch. ഈ ഒരു ലോഞ്ചിന്റെ ഭാഗമാവുന്നതിന് വേണ്ടി മറ്റൊരു വ്യക്തിയെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. the very beautiful actress നീന കുറുപ്പ്. നല്ലൊരു കൈയ്യടി നൽകി തന്നെ നീന മാമിനെ നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. very gorgeous. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 20-25 years ആയിട്ട് മാം ഇൻഡസ്ട്രിയിലുണ്ട്, ബട്ട് ഷീ സ്റ്റിൽ ലുക്സ് ദ സെയിം. അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. ആൻഡ് ഞാനിങ്ങനെ അറിഞ്ഞു ഇന്നത്തെ ഈ ഒരു ദിവസം മാമിന് എക്സ്ട്രാ സ്പെഷ്യൽ ആണല്ലേ. ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഇല്ല ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നീന മാമിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു ഉഗ്രൻ കൈയ്യടി നൽകി നമുക്ക് എല്ലാവർക്കും വിഷ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു മാം. വിഷിംഗ് യു മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ആൻഡ് നൗ വേദിയിലെ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും ചേർന്ന് അടുത്ത സോങ് ലോഞ്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. മൂവിംഗ് ഓൺ ടു ദ ലോഞ്ച് ഓഫ് ദ നെക്സ്റ്റ് സോങ്. ശ്രീനാഥ് ബാസി പാടിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടാത്ത സസ്പെൻസ് ആയിട്ട് വെക്കുന്ന ആ ഒരു സോങ്ങിന്റെ ഒഫീഷ്യൽ ലോഞ്ചിലേക്ക് കടക്കുന്നു. I request the cover to be brought on stage. Yes. ഇത് വളരെയധികം സർപ്രൈസ് സസ്പെൻസ് എലിമെന്റ്സ് ഉള്ള ഒരു പാട്ടായതുകൊണ്ട് തന്നെ നമുക്ക് കവർ പോലും കാണിച്ചു തരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് വിൽ ഡെഫിനറ്റ്ലി ലിസൺ ടു ദ സോങ് ലേറ്റർ ഓൺ. നിങ്ങൾ ഒഫീഷ്യലി റിലീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ പാട്ട് കേൾക്കുന്നതാണ്. ബാക്ക് സ്റ്റേജിൽ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്ന റിക്വസ്റ്റ് ശ്രീനാഥ് ബാസി പാടുമെന്നാണ്. പാടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവും. ഇൻ കേസ് പാടാൻ പറ്റില്ലെങ്കിൽ വി റിക്വസ്റ്റ് യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. പാടി നോക്കണ ഓർമ്മ ഉണ്ടാവും. ഇല്ല, ഹലോ, നമസ്കാരം. താങ്ക് യു ഗോപി ചേട്ടാ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സലാം ഭായ്. എന്നോട് എഴുതാനും പറഞ്ഞു ഈ പാട്ട്. അപ്പോൾ അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ കുറച്ചധികം മിസ്റ്റേക്സ് ഉണ്ട്, അത് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. ബട്ട് താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. എനിക്ക് ഭയങ്കര ഐ എൻജോയ്ഡ് മേക്കിംഗ് ഇറ്റ്. ഒരു രക്ഷയില്ലായിരുന്നു. സോ താങ്ക് യു ഗോപി ചേട്ടാ. താങ്ക് യു. എന്താ പാടണോ? എന്നെ കൂടെ തിരുത്തിയായിരുന്നു സലാം ബുഹാരി. അതാണ് ആദ്യത്തെ. എനിക്ക് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യത്തെ വാക്ക്. പറക്കാനെനിക്കറിയാം, എൻ മനസ്തുതിയാ ഇതെനിക്കറിയാം.
കുറക്കാനിനി എനിക്കറിയാം. ഇതുണ്ടോ, വെറുതെ ഒരു കേക്കട്ടെ, ഞാൻ പാടി നശിപ്പിക്കണ്ട. So I hope you guys enjoy it. അത് കേൾക്കുമ്പോൾ so I'll leave you to it. Thank you for the opportunity. Today we are moving on to something very, very special. It's time for the launch of A&N release. So ഈ ഒരു സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതും പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. So now we're moving on to the segment where we officially launch the distribution release. Inviting our producers on stage to be a part of these moments. ഏറെ ബഹുമാനത്തോടെ producers അസർ അമീറിനെയും റിയാസ് മുഹമ്മദിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉടുമ്പൻചോല വിഷൻ എന്ന സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്. ദേ ആർ വെരി മച്ച് കോൺഫിഡൻറ്റ് ഇൻ ദ മൂവി. അതുകൊണ്ടാണ് അവർ തന്നെ ഈ ഒരു സിനിമയുടെ ഡിസ്ട്രിബ്യൂഷനും നടത്തുന്നത്. ഐ കം ടു നോ ദാറ്റ് ദേ ഗോട്ട് ബിഗ് പ്ലാൻസ് ഫോർ ദിസ് മൂവി. സോ ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻസ് എന്തൊക്കെയാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. മൂവിംഗ് ഓൺ ടു ദി ഒഫീഷ്യൽ റിലീസ്, A&N റിലീസിന്റെ ലോഞ്ചിലേക്കാണ് ഈ സമയം കിടക്കുന്നത്. ഇൻവൈറ്റിംഗ് ദ പ്രൊഡ്യൂസേഴ്സ് അസർ അമീർ ആൻഡ് റിയാസ് മുഹമ്മദ് ഓൺ സ്റ്റേജ്. അവരോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ അനിൽ തൂലിക. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ 35 വർഷങ്ങളായി ഫിലിം ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് അദ്ദേഹം സജീവമാണ്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത സൂപ്പർ ഹിറ്റ് സിനിമകളായ ആവേശം, ആടുജീവിതം, ARM തുടങ്ങിയ സിനിമകളുടെ ഡിസ്ട്രിബ്യൂട്ടറും അദ്ദേഹമാണ്. ആൻഡ് ഹി വിൽ ബി ഹെഡിങ് our distribution. So now, ladies and gentlemen, we are moving on to the official release. I request the cover to be brought on stage. Producers Shri Anil Tuligake നൽകിക്കൊണ്ട് ഒഫീഷ്യൽ റിലീസ് നടത്തുന്നതാണ്. സോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സർ. ഏകദേശം 35 വർഷമായി. സർ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ഈ പോസ്റ്റർ കണ്ടിട്ട് സാറിന് എന്താണ് തോന്നുന്നത്? എല്ലാവർക്കും നമസ്കാരം. സാധാരണ ഒരു ഡിസ്ട്രിബ്യൂഷൻ മാനേജര് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു 50-ാം ദിവസമോ അല്ലെങ്കിൽ ഒരു 100-ാം ദിവസമോ ഒക്കെ ആഘോഷത്തിൻ്റെ സമയമാണ്. എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട്. ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ ഇതിൻ്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ സമീപിക്കുകയും കുറച്ച് കാര്യങ്ങൾ ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ പാട്ട് കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഒരു 200 സെൻറ്ററെങ്കിലും ഈ പടം റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. അപ്പോൾ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കേരളത്തിലെ നല്ല തിയേറ്ററുകൾ എടുത്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുത്ത് ചിത്രത്തിൻ്റെ വിജയത്തിനായിട്ട് പ്രയത്നിക്കും. ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ചിത്രത്തിൻ്റെ കണ്ടിട്ട് സസ്പെൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആരാണെന്ന് പോലും എനിക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾക്ക് കൊടുക്കുന്നു. ഈ ചിത്രം നല്ലൊരു വിജയമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. അപ്പൊ കുറുക്കന്റെ കഥയാണോ കുറുക്കന്മാരുടെ കഥയാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ സിനിമ കാണണം. അഭിരാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഭിരാമം ഈ ഒരു സിനിമയിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു റോൾ ആണ് ചെയ്തിരിക്കുന്നത്. We request you to kindly come on stage and speak a few words. എല്ലാവർക്കും നമസ്കാരം. സിദ്ദിഖ, ഹായ്. എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. താങ്ക് യു സലാം ബുഖാരി, റിയാസ് ഭായ്, അഷർ ഭായ് ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ക്ഷണിക്കാതിരിക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഈ സിനിമയുടെ ഭാഗമായി അങ്ങനെ കുറച്ചധികം ദിവസം അല്ലെ ഒരു വർഷത്തെ ടൈം സ്പാനിൽ ചെയ്ത ഒരു സിനിമയാണ്. നമ്മൾ വന്നും പോയി അതിനിടയിൽ വേറെ സിനിമകളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും വീണ്ടും ഉടുമ്പൻചോല ഫാമിലിയിലേക്ക് തിരിച്ചെത്തുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ സിനിമ തീരുമ്പോഴേക്കും നല്ല സന്തോഷമുണ്ട്, അതിലുപരി ചാരിതാർത്ഥ്യമുണ്ട്. ഈ സിനിമയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ളൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും
സഹകരണം ഇനിയും മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. താങ്ക് യു. Thank you. We are all eagerly waiting to see your performance in the movie. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജിനു ജോസ്. The very very talented actor ജിനു ജോസിനെ ആശംസകൾ അറിയിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ഡിഫറെന്റ് ലുക്കിലാണ് അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ലുക്കാണോ ഇത്? ഹായ്, ഗുഡ് ഈവനിങ് എവറിബഡി. വളരെ സന്തോഷമുണ്ട് സലാം ബുഖാരിയുടെ സിനിമയിലും ഭാഗമാകാനായിട്ട്. ആൻഡ് ബിഗ് താങ്ക് യു ടു ഓൾ പീപ്പിൾ ഗ്യാതേർഡ് ഹിയർ, ഓൾ ദി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഓൾ മൈ ഫെലോ കാസ്റ്റ് മെമ്പേഴ്സ്. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിനായി ടിനി ടോമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടിനി ചേട്ടാ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. സംസാരിക്കണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ മൈക്കെടുത്ത ഒന്നില്ലെങ്കിൽ എയർലാവും അല്ലെങ്കിൽ വയറിലാവും. കാരണം പറയാനുള്ളത് ഞാൻ കൃത്യം പറയുകയും ചെയ്യും. അതിന് മടി കാണിക്കാറില്ല. എല്ലാം വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള സലാം ബുഖാരി സിദ്ദിഖ പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണ് പരിചയപ്പെട്ടെന്ന് ഓർമ്മയില്ല. ജനിച്ച അന്ന് മുതൽ കണ്ട പോലെയാണ്. കാരണം ജാക്കി ചാൻ്റെ മാസ്റ്ററിൻ്റെ പോലെ വിളിയിരിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയുടെയും മാസ്റ്ററായി മാറട്ടെ. എല്ലാവരും അടുത്താണ്. ഗോപി സുന്ദർ എല്ലാ ആക്ടേഴ്സിനെ കൊണ്ട് പാടിച്ചിട്ടുള്ളവരാണ്. എന്നെ കൊണ്ട് വരെ പാടിപ്പിച്ചു. മംഗ്ലീഷിലെ ദുൽഖറിനൊപ്പം മംഗ്ലീഷോ എന്നുള്ള പാട്ട്. പിന്നെ സിദ്ദിഖ എൻ്റെ അഭിനയത്തിൽ ചിലവരെ ഞാനിങ്ങനെ കാണുന്നവരാണ് ഗുരുക്കന്മാരായിട്ട്. എല്ലാ സിനിമ ഇറങ്ങിയാലും ആകെ ഒരു സ്റ്റാറിനെയും വിളിക്കാറില്ല, സിദ്ദിഖിനെ വിളിക്കാറില്ല, വേറെ ആരും വിളിച്ച് പറയാറില്ല. അൻവർ റഷീദും അമ്പൽ എന്നൊക്കെ പറഞ്ഞാൽ മഹാരാജാസ് കോളേജാണ് ഞങ്ങൾ. 2 ധ്രുവങ്ങളിലായിരുന്നു, 2 രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷന് ഒരുമിച്ച് പോയിട്ട് മത്സരിച്ച് ഈ അടുത്ത് വൈറലായിരുന്നു. അമലിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയത്, ഞാൻ മിമിക്രിയിലൊക്കെ പ്രൈസ് കിട്ടിയതും. ജിനു ജോജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരുമിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. പട്ടാളക്കാരായിരുന്നു, പക്ഷേ മാർച്ച് പാസ്റ്റൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ 2 പേരും 6 അടിയുള്ള ആൾക്കാർ. ലാസ്റ്റ് ലാൽജോ സാർ കുറേ പിടിച്ച് നിർത്തി. കാരണം ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കും. ഒരു ബന്ധുവില്ല. ഞാൻ മിലിറ്ററി അല്ല മിമിക്രി എന്ന് അന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അടുത്ത ആൾക്കാരാണ്. സലാം ബുഖാരിക്ക് എല്ലാ വിശ്വസം നേരുന്നു. എനിക്ക് മ്യൂസിക് ഭയങ്കര മ്യൂസിക്കായിട്ട് ബാസി പോയാൽ ബാസി ഉണ്ട്, അയ്യോ മൈ ബ്രദർ. അപ്പോൾ മ്യൂസിക്കായിട്ട് ഞങ്ങൾ കൂടിയിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. വീക്കെൻഡിൻ്റെ മ്യൂസിക് പോലെ തോന്നി എനിക്ക് ആദ്യത്തെ ഇലക്ട്രോണിക്. ഭയങ്കര സ്റ്റൈലിഷ്, ഭയങ്കര രസമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഫാനാണ്. ഇത് ആരാന്നുള്ളത് എനിക്ക് തോന്നുന്നു മാത്യു തന്നെ ആയിരിക്കും. ഒരു വുൾവറിൻ, മലയാളത്തിൻ്റെ ഒരു വുൾവറിനായിട്ട് മാറട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലസ്. ഒരാളുടെ മെസ്സേജും കൂടി അറിയിക്കാൻ പറഞ്ഞു, അനിൽ രാധാകൃഷ്ണൻ മേനോൻ. ചാച്ചു, നമ്മളെല്ലാം ചാച്ചു എന്ന് വിളിക്കും. അദ്ദേഹത്തിന് വരാനിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്സെറ്റായി. എന്താ പറ്റിയതെന്നുള്ളത് ഞാൻ പറയരുതെന്നും പറഞ്ഞു എൻ്റെ അടുത്ത്. എന്നെ പേടിയെ വിളിക്കുക, ഞാനത് വിളിച്ച് പറയുമെന്നുള്ളത്. ചെറിയൊരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലസ്. ഇൻഷാല്ലാ നന്നായിട്ട് വരട്ടെ. സലാം ബുഖാരി. ബാസി ബുഖാരി എന്നാണ് പറഞ്ഞത്, ഹോട്ടലിൻ്റെ പേരാണ്. ബുഖാരി അല്ലേ ശരിക്കും? ഇന്ത്യക്കാരനാണ് ശരിക്കും? ഇന്ത്യൻ അല്ലേ? അല്ല, ഞാൻ സിദ്ദിഖ പറഞ്ഞല്ലേ എവിടെ നിന്നാ വന്നത്? ഒരു ഏരിയയിലൊക്കെ വന്ന പോലെയാണ്. പെട്ടെന്ന് നമ്മുടെ മുന്നിൽ അണ്ണൻ തമ്പിയില് ഫാദറിന്റെ. ഞാൻ ഒരു കഥയും കൂടി പറഞ്ഞോട്ടെ. കാരണം എന്നെ സിനിമയിലേക്ക് കയറാനുള്ളൊരു കാരണം അൻവർ റഷീദാണ്. കാരണം എന്നെ ബോഡി ഡബിളായിട്ട് മമ്മൂക്കയുടെ അണ്ണൻ തമ്പിയിൽ എന്നെ വിളിച്ചു. അപ്പോൾ അൻവർ പറഞ്ഞു, ഞാനൊന്നുമല്ല കേട്ടോ, മമ്മൂക്ക പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത്, അല്ലാണ്ട് തൻ്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൂ, മമ്മൂക്കയുടെ അത്ര ക്ലോസ് ആവല്ല. അണ്ണൻ മമ്മൂക്കയാകുമ്പോൾ ഞാൻ തമ്പിയാവും, തമ്പി മമ്മൂക്ക് പോകുമ്പോൾ ഞാൻ അണ്ണനാവും. അങ്ങനെ ഫ്രണ്ടിൽ മമ്മൂക്ക നിൽക്കുന്ന ഒരു ഷോട്ടിൽ അന്ന് അസോസിയേറ്റ് ആണ് സലാം ബുഖാരി, അവിടെ നിന്ന് ചിരിക്കേണ്ടത്. എന്തായാലും നല്ലൊരു കഥ ഇവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ സുരാജിൻ്റെ മോനാണ് കൊച്ചായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീപ്പ് കൊടുത്ത് കരയാണ്ടിരിക്കാൻ, അത് ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ ബുഖാരി അത് തിരിച്ചു മേടിച്ചു. മമ്മൂക്ക ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല ചീത്ത പറയാം. അപ്പം ഞാനും അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി, കാരണം ചീത്ത പറയാണ്. പുള്ളി അവിടെ നിന്ന് ചീത്തയും കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഇവിടെയാണ് കാണുന്നത്. കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞിട്ട് 1 കിലോമീറ്റർ ഓടി എത്തിയപ്പോൾ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് എന്നും പറഞ്ഞിട്ട് അന്ന് കിളി പോയതാണ്. അതാണ് കുറച്ച് വൈകിയത് സിനിമ എടുക്കാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാനുണ്ടായിരുന്നു. ദുൽഖറിനോടൊപ്പമുള്ള ക്യാരക്ടറാണ്. പക്ഷെ ആദ്യ സിനിമ മുടങ്ങുന്നത് നല്ലതാണ്. അൻവറായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. പക്ഷെ അത് നടന്നില്ല. ഇത് ഫസ്റ്റ് ഫിലിമായി. ഇനി നമുക്കത് സെക്കൻഡ് സിനിമ ആയിട്ടാണ് അല്ലേ? അത് സെക്കൻഡ് ഫിലിമായിട്ട് വരട്ടെ. കാരണം ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഞാനില്ല, പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നടക്കും. ഓൾ ദി ബെസ്റ്റ്. ഒന്നും കൂടി.
നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം നല്ല സ്റ്റാമിന ഉണ്ട്, നല്ല വോയിസ് വോക്കൽ പവർ ഉണ്ട്. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡബിൾ താങ്ക് യു സോ മച്ച് ടിനി ചേട്ടാ. ഞങ്ങൾ എല്ലാവരും ഒരുപാട് ചിരിച്ചു ഇൻ ദോസ് ഫ്യൂ മിനിറ്റ്സ്. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭഗത് മാനുവൽ. മലർവാടി ഡേയ്സ്, തടത്തിൽ മറയത്ത് തുടങ്ങിയ സിനിമകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറിയ നടൻ ഭഗത് മാനുവൽ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഉസ്താദ് ഹോട്ടൽ നടക്കുന്ന സമയത്താണ് ഞാൻ സലാമക്കാനെ കാണുന്നതും. അന്ന് അൻവർക്കാടത്തേക്ക് ചെല്ലാൻ ഭയങ്കര ഇപ്പോഴും പേടിയാണ്. ആ സമയത്തല്ല ഞങ്ങൾ എല്ലാം വളരെ കംഫർട്ടാക്കി കൂടെ നിർത്തിയ മനുഷ്യനാണ് സലാമക്ക. ഒത്തിരി നന്ദിയാണ് സലാമക്ക. എല്ലാം അടിപൊളിയാവട്ടെ. ഇത് അടുത്തൊരു ഉസ്താദ് ഹോട്ടലിലേക്ക് മോളിൽ കയറുന്നൊരു ഹിറ്റാവട്ടെ. താങ്ക് യു. Thank you so much. Next, inviting on stage Shankar Indushudan, very stylish actor in the house. Thank you all so much. ഇതൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആദ്യ സിനിമയായ രക്ഷാധികാരി ബൈജു, രഞ്ജൻ പ്രമോദ് സാറിന്റെ സിനിമയിൽ ബിജു മേനോൻ ചേട്ടൻ്റെ അവിടെ ഒരു കഥാപാത്രമായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ LLB സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അതൊക്കെ നടന്നത്. അപ്പോൾ അതിനിടയിൽ കുറേ സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ഒരു സിനിമ ട്രാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കൊച്ചു വേഷം വന്നിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന 2 ഫിലിം മേക്കേഴ്സ് ആ സിനിമയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അമ്പൂക്കയും അമൽ സാറും. അപ്പോൾ അവിടെ വെച്ച ഒരു ദിവസം ഞാനിങ്ങനെ സലാംക്ക അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് ഇവരുടെ അടുത്തൊന്ന് സംസാരിക്കണം. അപ്പോൾ സലാംക്ക പറഞ്ഞു, നിന്റെ സിനിമ അവർ കണ്ടിട്ടുണ്ട്, നിന്നെ പറ്റിയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്ക് ആ സീൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേ SH കോളേജിൽ ആ ഒരു സ്റ്റേഴ്സിൽ ഇങ്ങനെ ഇവര് മൊത്തം ഇറങ്ങി വരാം. നമ്മളിങ്ങനെ ഇപ്പൊ നോക്കുമ്പോൾ ഒരു അവെഞ്ചേഴ്സ് സിനിമയിലെ എല്ലാ സൂപ്പർ ഹീറോസ് ഇങ്ങനെ ഒരുമിച്ച് വരുന്ന പോലെ അമൽ സാറും അൻവർ റഷീദ് സാറും അതിന്റെ ക്യാമറാമാനും കോസ്റ്റ്യൂമും മേക്കപ്പ് എല്ലാവരും ഇറങ്ങി വന്ന് നമുക്ക് ആദ്യം പറഞ്ഞത് ഒരു അപ്രിസിയേഷൻ ആണ്. ലൈക്ക് നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ, നല്ല രസമുള്ള ഒരു സിനിമയായിരുന്നു, നന്നായിട്ട് നീ അതിൽ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ ആ ഒരു ആദ്യത്തെ സിനിമയിൽ അന്ന് ആ ഒരു മൂമെന്റിൽ കിട്ടിയ ഒരു അപ്രീസിയേഷൻ ശരിക്കും എനിക്കിപ്പോ ഈ ഒരു മൂമെന്റിൽ ഇവിടെ നിൽക്കുന്നത് വരെ ഞാനത് എപ്പോഴും എനിക്ക് ജീവിതത്തിൽ എടുക്കുന്ന പല ലോ പോയിന്റ്സിലും അല്ലെങ്കിൽ പല സങ്കടം വരുന്ന നിമിഷങ്ങളിലൊക്കെ എനിക്കിതൊരു വലിയൊരു പുഷായിരുന്നു. അപ്പോൾ ഐ താങ്ക് ബോത്ത് ഓഫ് യു. ലൈക്ക് ഞാൻ ഇത്രയും അഡ്മയർ ചെയ്യുന്ന 2 മാസ്റ്റർ ഫിൽം മേക്കേഴ്സ് ആണ്. സോ അവരുടെ കൂടെ അവരുടെ ഒപ്പമാണ് ഞാൻ സലാംക്കനെ പരിചയപ്പെടുന്നതും അവരുടെ സിനിമയിലാണ് ഞാൻ സലാംക്കനെ പരിചയപ്പെടുന്നതും. സോ അത് തന്നെയാണ് സലാമിക്കായിട്ടുള്ള കണക്ഷൻ. സോ ഐ താങ്ക് യു സലാമിക്ക. സോ നേരെന്ന് പറഞ്ഞൊരു സിനിമയില് സിദ്ദിഖയുടെ കൂടെ ഒരു വേഷം, ലാൽ സാറിന്റെയും സിദ്ദിഖയുടെയും ഒക്കെ കൂടെ ഒരു വേഷം ചെയ്യാൻ സാധിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എല്ലാവരും എന്നെ വില്ലൻ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന ഒരു സമയത്താണ് ഇത്രയും എന്താ പറയാ ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഇത്തിരി പഴം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ക്രിഞ്ചായിട്ട് അങ്ങനെ നടക്കുന്ന വളരെ ഒരു സാധാരണക്കാരൻ എന്നെ പോലെ തന്നെ ഒരു വ്യക്തിയുടെ ഒരു കഥാപാത്രമാണ്, ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോ വളരെയധികം എന്താ പറയാ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ജോണറും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രവും എനിക്ക് തന്ന സലാംക്കയ്ക്കും ഇതിന്റെ റൈറ്റേഴ്സിനും ഞാൻ ആദ്യം നന്ദി പറയുന്നു. കാരണം അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ആസ് എൻ ആക്ടർ നമുക്കൊരു വലിയൊരു ടേക്ക് ഓഫ് ആയിരിക്കും. അത് കഴിഞ്ഞ് വേറൊരു വേഷം, എല്ലാ രീതിയിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പോ എന്ത് വെച്ച് നോക്കിയാലും ഈ ഒരു സിനിമ വലിയൊരു ബോണസ് ആണ്. ഞാനിപ്പോ ഈ പാട്ടിൽ നമ്മുടെ മുഖവും അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മാനിഫെസ്റ്റേഷൻ. ഗോപി സുന്ദർ ചേട്ടന്റെ ലൈക്ക് ഞാൻ ഒരുപാടധികം എന്താ പറയാ എന്റെ സ്പോട്ടിഫൈ പ്ലേലിസ്റ്റിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, someone who I admire and also very honored to work with him. Everyone, വിഷ്ണു ചേട്ടൻ, എന്റെ DOP, സമീർ ചേച്ചി, റോണക് ചേട്ടൻ, ഞാൻ ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞ എല്ലാവരെയും പറയണം വിട്ടുപോയ വിനായകിന്റെ ഗാനങ്ങൾ. നേരിലും വിനായകായിരുന്നു ലിറിക്സ് എഴുതിയത്. അപ്പോൾ ഇതിലും അതിമനോഹരമായിട്ട് വിനായക് ശശികുമാർ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ആണ് വിഷ്ണു ചേട്ടൻ ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഭാഗമാകാൻ സാധിച്ച ഒരു വലിയൊരു അനുഗ്രഹമായിട്ടൊരു ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ ഈ ജേണിയിൽ എപ്പോഴും വേണം. അപ്പോൾ ജോർജ് ചേട്ടനും ഞാൻ വളരെയധികം എന്താ പറയുക എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ള ഒരു ആക്ടറാണ്. ആ ഒരു ജേണി ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ആളാണ്, ചേട്ടൻ്റെ ഇന്റർവ്യൂസും എല്ലാം. സോ ഇറ്റ്സ് an honor. ഓൾസോ ദ ബിഗ് ഗായ് മാത്യു. അപ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു പെർഫോമറും കൂടിയാണ് മാത്യു. സോ ഓൾ ദി ഇൻഡസ്ട്രീസ് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി upcoming ടെററാണ്. ഓണർ ടു ഈവൻ വർക്ക് വിത്ത് യു ആൻഡ് ഓൾ ദി അതർ ടാലൻസ്. ഒരുപാടധികം സന്തോഷം ഈ സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ സാധിച്ചു. താങ്ക് യു ഓൾ സോ മച്ച്. താങ്ക് യു.
Thank you so much, Shankar. Indeed, a very inspiring story. The power of man's manifestation. Wishing you the very best. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ചൈതന്യ പ്രകാശന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. One of the strong female leads we have in the movie, the very beautiful actress, Chaitanya. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ സലാംക്കയോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് സലാംക്ക. അതുപോലെ എനിക്ക് അഭിരാമി ചേച്ചിയോടും പറയാനുണ്ട്. ചേച്ചി എൻ്റെ പേര് സജസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സിനിമയിൽ പക്ഷേ എന്നെ അറിയത്തുപോലും ഉണ്ടായിരിക്കില്ല സലാംക്ക. എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ തന്നതിലും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് സലാംക്ക. പിന്നെ സലാംക്ക ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു പാവ മനുഷ്യനാണ് സലാംക്ക. പിന്നെ എല്ലാം അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. സലാമക്ക് ഒരു പാവ മനുഷ്യനാണെന്നാണ് ചൈതന്യ ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണോ? ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് അങ്ങനെയാണോ? ആരെങ്കിലും ഒന്ന് കൈയടിക്കാമോ? അങ്ങനെയാണ്, ഒരു സംശയമില്ല. സലാമക്ക് ഇവിടെ സൈഡിൽ നിന്ന് കൈയടിക്കുന്നുണ്ട്. Anyway, moving on, I would like to invite the very beautiful Wafa Khadija on stage to speak a few words. വളരെ സുന്ദരിയായ ഒരു നടിയാണ് വേദിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഒരു നല്ലൊരു കൈയടി നൽകി തന്നെ സ്വാഗതം ചെയ്യാം. Requesting Wafa Khadija to speak a few words. ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ആക്ച്വലി വെരി ലാസ്റ്റ് മിനിറ്റ് കാസ്റ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഇന്ന് കോൾ വന്നാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് മോർണിംഗ് ഐ വാസ് ഓൺ മൈ വേ ടു ലൊക്കേഷൻ. ബട്ട് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ദാറ്റ് കോൾ ആൻഡ് ദാറ്റ് വാസ് താങ്ക്സ് ടു സമീര. Thank you so much, Salamika, for casting me. This project is very special to me because dancing is my first love. I love dancing. And school and college kind of dance cheyanalla opportunity kittidilla until this film happened. And with Shobhi Master, with such a beautiful cast, Chaitanya, Gabri, you are excellent dance partners. Thank you so much. I had a great time. Thank you everyone in the cast and crew. I'm actually korchu socially awkward aanu, so I might seem very quiet and put together, but in my head I'm fangirling about all of you right now. So thank you so much. I'm so honored to be here. Thank you. Thank you so much, Wafa, for the very sweet words. അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ഗബ്രീനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The Big Boss star and the very sweet actor Gabri joining us on stage. ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ബേസിക്കലി ആദ്യം തന്നെ എനിക്ക് ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം ഇപ്പോൾ ബിഗ് ബോസിന് അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് അങ്ങനെ അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്കതൊരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു ഞാൻ എവിക്റ്റ് ആയ ദിവസം. അന്ന് ഭയങ്കര ഒരു എന്താ പറയുക നെഗറ്റിവിറ്റിയുടെ ഒരു ഭയങ്കര ഹൈറ്റിൽ നിന്നിട്ട് അത്രയും വിഷമിച്ചിട്ടുള്ളൊരു സമയമാണ്. ഈ വർഷം കറക്റ്റ് ഒരു 365 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവമായിട്ട് എന്നെ ഈ ഒരു വേദിയിൽ എത്തിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ താങ്ക് യു പറയേണ്ടത് ആദ്യം റിയാസ്കിനോടാണ്. കാരണം ഞാനും ഇതുപോലെ തന്നെ ലാസ്റ്റ് മൊമെന്റ് കാസ്റ്റ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ റിയാസ്കയുടെ ഫാമിലി സജസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചത്. സലാമക്ക വിളിച്ചു, സംസാരിച്ചു. താങ്ക് യു സോ മച്ച് സലാമക്ക, എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന്. അതുപോലെ തന്നെ ഇപ്പോൾ വഫ നേരത്തെ പറഞ്ഞു, വഫയുടെ ഫസ്റ്റ് ലവ് ഡാൻസ് ആണ്, എൻ്റെ ലാസ്റ്റ് ലവ് ആണ് ഡാൻസ്. അതും നമ്മുടെ ശോഭി മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ആക്ച്വലി റിഹേഴ്സൽസ് ഒന്നും ഇല്ലാതെ നേരെ സെറ്റിൽ വന്ന് എന്നെ ഫുൾ കോട്ടും സ്യൂട്ടൊക്കെ ഇടിപ്പിച്ച് ഹെയർ സ്റ്റൈലൊക്കെ അരമണിക്കൂർ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് റിഹേഴ്സൽസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നിർത്തി മുഴുവൻ വേർത്ത് കുളിച്ച്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുട്ടടിക്കും. കാരണം എല്ലാവരും കാണുന്നുള്ളത് സംഭവം ഡാൻസിന്റെ. പക്ഷേ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ഷൂട്ടിംഗ് ഫോർ ദിസ് മൂവി. എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം ഞാൻ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ്റെ കൂടെ ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്. സിദ്ദിഖാൻ്റെ കൂടെ ഒക്കെ കുറേ നേരം ഇരുന്ന് സംസാരിക്കാനും എല്ലാവരുടെ കൂടെ ചില്ല് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടി. പിന്നെ ഒരു ഗോപിചേട്ടൻ്റെ ഒരു അടിപൊളി പാട്ടിൻ്റെ ഫേസ് ആവാൻ പറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇവിടെ ഒരുപാട് പേരെ കണ്ടിങ്ങനെ ഓസ്ട്രക്ക് ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സലാമക്ക. ബാക്കി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മൂവി. താങ്ക് യു. താങ്ക് യു ഗബ്രി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറയുന്നത് ഇതാണ്. എനിവേ വിഷിംഗ് യു ദ വെരി ബെസ്റ്റ് ഗബ്രി. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും സ്റ്റൈലിഷ് ആയിട്ട് ആസിഫിക്ക എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം എന്താണ് ഈ ഒരു മ്യൂസിക് ലോഞ്ചിന്റെ വേദിയിൽ പറയാനായിട്ടുള്ളത്? ഒന്നുമില്ല, എല്ലാവർക്കും നന്ദി. ഏറ്റവും വലിയ വിശേഷം സലാം ബുഖാരി, മിസ്റ്റർ സലാം ബുഖാരി സിനിമ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സന്തോഷം അത് തന്നെയാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ പരിചയമുള്ള ഒരാളാണ്. ഒരു
എപ്പോഴും ഒന്നും കാണാറില്ലെങ്കിലും സംസാരിക്കാറില്ലെങ്കിലും എപ്പോഴും ഒരു ചേട്ടന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പടം ചെയ്യുന്നു, അത് അവസാനം അത് സംഭവിച്ചു, അതിന്റെ ഓഡിയോ റിലീസ് സംഭവിക്കുന്നു, അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് ആസിഫിക്ക. ആസിഫിക്ക സ്റ്റേജിൽ നിൽക്കുന്ന ഈ സമയം ഒന്ന് സ്റ്റേജിൽ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ സലാം സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ഓൾസോ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ദ പ്രൊഡ്യൂസേഴ്സ് ടു കം ഓൺ സ്റ്റേജ്. പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരും ഒന്ന് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ലെറ്റ്സ് ക്യാപ്ചർ ദിസ് മൊമെന്റ് ഇൻ എ ഫ്രെയിം. Yes, Asa sir and Riya sir, the producers are also here with us on stage. Okay, അവിടുന്ന് ക്യാമറ ടീം നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ പ്ലീസ് കുറച്ച് മുൻപോട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ യു ബി ഏബിൾ ടു ടേക്ക് ഗുഡ് പിക്ചേഴ്സ്. And next, I would like to invite on stage our script writer Ellen Roni and cameraman Vishnu. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ഇരുവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Cameraman Vishnu Tanasheri and scriptwriter Ellen Roni. 2 വർഷം മുന്നേ അൻവർ സാറിനോട് കഥ പറയാൻ പോയി നിന്നപ്പോൾ അതേ വരവിലാണ് ഞാനിപ്പോൾ ടോട്ടലി I don't know. Thank you so much Anwar Rashid sir. Thank you so much for listening to me. You are a great listener. You are a great human being. You got great patience. Thank you so much for that. Thank you so much Salam Bukhari. Thank you so much DOP. Thank you so much to all cast and crew. Siddiq sir, Matthew. And thank you so much everyone. Thanks. സലാം സർ പോവരുത്. ഇത്രയും നേരം സാർ മൈക്ക് പാസ് ചെയ്ത് കളിക്കുകയായിരുന്നു. ഇനി സാറിനെ ഞാൻ സെന്റർ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. Ladies and gentlemen, here we have the man of the moment, the captain of the ship. ഏകദേശം 20 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു ഈ ഒരു ആദ്യത്തെ ഡയറക്ടോറിയൽ ഡെബ്യൂവിന് വേണ്ടി. എനിക്കറിയാം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു നിമിഷം. എന്താണ് സാറിന് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? നന്ദിയാണ് എനിക്കത് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. കാരണം ഞാൻ ഏറ്റവും സംസാരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചായിരുന്നു. അത് സംഭവിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി. ഇത് സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ള കിടപ്പാടുള്ളതും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അഷർ അമീറും റിയാസ് കെ മുഹമ്മദ്. അവർ ഈ പ്രോജക്റ്റിന് കട്ടക്ക് കൂടെ നിന്നുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് നടന്നതും അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്കൊരു ഡയറക്ടറാകാൻ പറ്റിയതും. അതിൽ ആദ്യം ഞാൻ അവരോട് എൻ്റെ കടപ്പാടാണ് അറിയിക്കുന്നത്. അവരുടെ എല്ലാം ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അഷർ. താങ്ക് യു സോ മച്ച് റിയാസ് കെ മുഹമ്മദ്, ആലിയ, നീതു, എല്ലാവർക്കും നന്ദി. പിന്നെ ഈ പ്രോജക്റ്റ് ഇത് എല്ലാം റെഡിയാക്കി തരാനും എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടെല്ലാം സെറ്റ് ചെയ്തതിനും എന്നെ സഹായിച്ച എൻ്റെ ഗുരുവിനായ എൻ്റെ പ്രിയപ്പെട്ട അമ്പുക്ക ഡോക്ടർ അൻവർ റഷീദ്, അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. പിന്നെ അമൽ സാറും ഞാനൊരു പടം ചെയ്യണമെന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അമൽദീർ സാറിനും നന്ദി പറയുന്നു. പിന്നെ സിദ്ദീഖ് നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിനിമ അല്ലെങ്കിൽ കഥ പ്ലാൻ ചെയ്യുമ്പോഴും അതിൽ സിദ്ദീഖ് ഒരു വേഷം ഉണ്ടാവും. ഞാൻ പോയി പല പല കഥകൾ പറയും, ക്യാരക്ടർ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞു പോന്നിട്ടുണ്ട്. പക്ഷെ ഇത് അതിൽ സംഭവിച്ചു. സിദ്ദീഖിനെ വെച്ച് ഒരു പടം ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്, സന്തോഷം. പിന്നെ DOP വിഷ്ണു തണ്ടാശ്ശേരി, അദ്ദേഹം എൻ്റെ കൂടെ കുറേ നാൾ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തതിനാണ് ഇതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തതും ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ തന്നെ അതിലും മേൽ എനിക്കത് എടുത്തു തരാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു വിഷ്ണു തണ്ടാശ്ശേരി. ഇന്നത്തെ ഇവൻ്റെ മ്യൂസിക്കിലാണല്ലോ, അപ്പോൾ തീർച്ചയായും ഗോപിച്ചേട്ടനോട് ഞാൻ ഇതുപോലെ നേരത്തെ ഒരു പാട്ടൊക്കെ നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റി. ചേട്ടൻ ഏറ്റവും മനോഹരമായ ഒരു 4 ഗാനങ്ങൾ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞത് ചേട്ടനത് തന്നു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിരുന്നു. അധികം കറക്ഷനൊന്നും വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ചേട്ടൻ കേട്ടിരുന്നത് കൃത്യമായി ചെയ്തു. ഏറ്റവും നല്ല പാട്ടുകൾ തന്നതിന് ഗോപിച്ചേട്ടാ നന്ദി. പിന്നെ വിവേകർഷൻ, എഡിറ്റർ വിവേകർഷൻ, സമീറ സനീഷ്, ജോസഫ് നേട്ടൻ, ആർട്ട് ഡയറക്ടർ ജോസഫ് നേട്ടൻ, അങ്ങനെ എല്ലാവരും. പിന്നെ മാത്യുവിനോടാണ് ഞാൻ ഈ കഥ ആദ്യം പറയുന്നത്. മാത്യു കഥ കേട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അതെല്ലാം ഹാപ്പിയാണ്, നമുക്ക് ചെയ്യാം. അങ്ങനെ മാത്യു ഞങ്ങളിവിടെ ഈ പ്രോജക്റ്റ് തുടങ്ങി. പിന്നെ ഇവിടെ വിശിഷ്ട ജോജു,
ജോജുവും ഞാനും ഇതുപോലെ കുറേ പടങ്ങൾ 1-2 പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും പുറത്തൊരുപാട് സുഹൃബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ജോജു എത്തിച്ചേർന്നു, ജോജുവിനും നന്ദി. ആസിഫും എല്ലാവരും വന്ന് ആസിഫിന് നന്ദി. ബാസി ഇതുപോലെ ഞങ്ങൾ പാട്ട് എഴുതി അവൻ പാടാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. പാട്ട് എഴുതി പാടി അതിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ബാസിക്ക് നന്ദി. പിന്നെ എൻ്റെ കൂടെ ഇറങ്ങുന്ന ഗബ്രി, ടിനിറ്റോം ഇവിടെ വന്ന് എന്നെക്കുറിച്ച് പ്രസ്താവിച്ചു, കുറച്ച് ട്രോളാണ് സെറ്റപ്പൊക്കെ ഉണ്ടാക്കി തന്നെ. താങ്ക് യു. അപ്പോൾ എന്തായാലും ടിനിയും വന്നു. അങ്ങനെ സന്തോഷം എല്ലാവർക്കും. ജിനു, അഭിരാം, പിന്നെ ചൈതന്യ, വഫ, ശങ്കർ, സുരേഷ്, ഷെഫിള്ള സർ, അർജുൻ, ഗണേഷ്, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട എഡീസ്, എൻ്റെ സുഹൃത്തുക്കളാണ്. കണ്ണൻ, അർജുൻ, അജ്മൽ ഹംസ, അഭിരാമി, തോമസ് കുട്ടി രാജു, രവീണ, അങ്ങനെ എല്ലാവർക്കും പിന്നെ എൻ്റെ വാപ്പച്ചി, ഉമ്മച്ചി, എൻ്റെ സഹോദരൻ ഫാമിലി എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ എൻ്റർ മീഡിയ ലാബിൻ്റെ ഈ ഉടുമ്പൻചോല വിഷൻ അഷറമീറും എല്ലാ സുഹൃത്തുക്കളായ അഷറും റിയാസ് എല്ലാത്തിനും അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു. ഉടുമ്പൻചോല വിഷൻ എല്ലാവരും കണ്ട് വിജയമാക്കി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈയ്യടി നൽകി തന്നെ മാത്യുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. One of the lead actors of our movie. So Matthew, what do you have to say? എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാവർക്കും താങ്ക് യു. സലാമക്കയോട് നന്ദി പറയുന്നു. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ഫിലിമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ റിലീസിന് വേണ്ടി. കാരണം ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വർഷത്തോളം തന്നെ ഞങ്ങൾ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ സലാമക്കയുടെ കൂടെ ഇരിക്കാൻ പറ്റി. അപ്പോൾ ഒരു സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഡയറക്ടറിൻ്റെ ഒപ്പം ക്രൂവിൻ്റെ ഒപ്പം അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ ഒട്ടും കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സലാമക്ക ഭയങ്കര രസമായിട്ട് ഭയങ്കര രസമായിട്ടാണ് സിനിമ കൺസീവ് ചെയ്തേക്കുന്നത്. ദ ഹോൾ ടീം. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ കുറുക്കൻ മാത്യു ആണോ? അറിയില്ല, എനിക്കറിയില്ല. നോക്കാം. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അപ്ഡേറ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? ഒരു ക്ലൂ സിനിമയെ പറ്റിയാണോ? എൻ്റെ ക്യാരക്ടറിന്റെ പേര് മിഥുൻ എന്നാണ്. ഞാൻ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞ സിനിമയുടെ കഥ പറയേണ്ടി വരും. അപ്പൊ ഒരു പറഞ്ഞ പോലെ ഒട്ടും ഡിസപ്പോയിന്റിങ് ആയിരിക്കില്ല. ഭയങ്കര എന്താ പറയാ, ഒരു കുറെ ഡിഫറെന്റ് മൊമെന്റ്സ് ഉണ്ട് പടത്തില്. നമ്മൾ സിനിമ ഈ ദിശയിലായിരിക്കും പോകുന്നതെന്ന് ഒട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാണാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. ആ ഒരു എസൻസ് കിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാത്യു. അപ്പം ആ ഒരു സസ്പെൻസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സിനിമ തിയേറ്ററുകളിൽ പോയി കാണാം. സോ ഇന്നിവിടെ ഈ സിനിമയിലെ 3 പാട്ടുകളാണ് ഒഫീഷ്യലി റിലീസ് ചെയ്തത്. പക്ഷെ ശരിക്കും നമ്മളിവിടെ കേട്ടതുപോലെ 4 സോങ്സ് ആണുള്ളത്. ഇൻഫാക്ട് I truly believe that the 4th song is the main highlight of the movie. Power packed high energetic song ആണ്. അത് ഈ സിനിമയുടെ പ്രൊമോ സോങ് ആയി റിലീസിന് സമയത്തായിരിക്കും പുറത്തുവിടുന്നത്.